ഞാൻ 28 വർഷം മാതാമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസിയായിരുന്നു. 2025 ഏപ്രിൽ 1 എൻ്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ആശ്രമം വിട്ട് പുറത്തു വരേണ്ടി വന്നു. 2024 മെയ് 30 രാത്രി 12:15 മുതൽ 12:37 വരെ ഞാനും അമ്മയും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു 10 വർഷം കൂടുമ്പോഴേ, ഒരു 5 വർഷം കൂടുമ്പോഴേ, ഒരു 2 വർഷം കൂടുമ്പോഴേ ഇതുപോലെ മാതാ അമൃതാനന്ദമയി മഠത്തെ പറ്റിയിട്ടുള്ള പല വാർത്തകളും വരാറുണ്ട്. അത് കുറച്ചു കാലം ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ അതിൽ വിയോജിക്കുന്നവരുണ്ടാകാം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവരാണ്. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവഹേളിക്കുന്നവരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്ത് നിന്നോട്ടെ, അല്ലെങ്കിൽ അവരുടെ പാടായി എന്ന് പറയുന്നവരാണ്. പിന്നെ മറ്റുള്ള ഒരു കൂട്ടം ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ VS അച്യുതാനന്ദനെ പോലെയുള്ള ഒരാൾ പറയുന്നത്, അതായത് അവർ വലിയ ഒരു സമുദായത്തിൽ നിന്നും വന്നതല്ല, ഒരു കടപ്പുറത്തുള്ള ഒരു സാധാരണ മീൻപിടുത്ത തൊഴിലാളിയാണ്. അപ്പോൾ അവരിൽ നിന്നും അവരങ്ങനെ ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്, അവരുടേതായ രീതിയിൽ ജീവിച്ചോട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഈ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. എങ്ങനെ വേണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വാമിയായിട്ട് ജീവിക്കാം, ഇല്ലെങ്കിൽ സ്വാമി അല്ലാതെ ജീവിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസിയായി ജീവിക്കാം, വിശ്വാസം ഇല്ലാതെ ജീവിക്കാം. പക്ഷേ ഈ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരുടെ തലയിൽ കയറേണ്ടതാവത് അത്രയേ വേണ്ടു. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. മാതാ അമൃതാനന്ദമയെ സംബന്ധിച്ചിടത്തോളം അവർ വേറെ എവിടുന്നും ആയിട്ട് അനധികൃതമായിട്ട് കട്ടുപിടിക്കുന്നതോ, അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും നിർബന്ധപൂർവ്വം ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോയിട്ട് സന്യാസിയാക്കുകയോ, അല്ലെങ്കിൽ അവരാരെങ്കിലും പിടിച്ചു കൊണ്ടുപോയിട്ട് പലതും ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അവിടെ പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലും തന്നെ സന്യാസത്തിന്, ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ ചെയ്യാനുള്ള മടി കൊണ്ട് പോകുന്നതായിരിക്കാം, ചില ആൾക്കാർ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി പോകുന്നതായിരിക്കാം, ചില ആൾക്കാർ ഈ ആത്മീയതയിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കാം. കാരണം എന്താ വെച്ചാൽ അമൃതാനന്ദമയൊക്കെ ഇപ്പം കോടികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുടെ അമൃതാനന്ദമയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര വിശ്വാസികളാണ്, അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര സംഭവമാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ഇപ്പോഴും KP നാരായണൻ എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത്. അയാൾ പറയുന്നത് 25 വർഷമായിട്ട്, കുറേ വർഷമായിട്ട് ഞാൻ ആശ്രമത്തിലാണ്, ഇപ്പോഴും ഞാൻ ആശ്രമത്തിൽ നിന്നും വെളിയിൽ വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആശ്രമത്തിൽ നിന്നും വെളിയിൽ വന്നതിന് ശേഷമാണ് അയാൾക്ക് ആശ്രമം മോശമായി തോന്നിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആശ്രമത്തിൻ്റെ വാക്താക്കളോ അല്ലെങ്കിൽ അമൃതാനന്ദമയിയോടുള്ള ഭക്തനോ ഒന്നുമല്ല. പക്ഷെ ഒരാൾ ഒരു കാര്യം പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അമൃതാനന്ദമയി, കടപ്പുറം സുധാമണി അങ്ങനെയാണ് ഇങ്ങനെയാണ്, പല ദുരൂഹ മരണങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരായ ഒരു ഗവൺമെൻറ് നമുക്കുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്നും അങ്ങനെ ഒരാളെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കള്ളനാക്കുകയോ അല്ലെങ്കിൽ ഇതാക്കുകയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെയല്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഈ അമൃതാനന്ദമയി മഠത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കമൻറ്റുകൾ കണ്ടു, ബീഹാറിൽ നിന്നും ഒരാൾ അമ്മയെ കൊല്ലാൻ വരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അയാൾ മാനസിക അസ്വസ്ഥമാണെന്ന് പറഞ്ഞ് ചികിത്സ തേടുന്നു, പിന്നീട് ചികിത്സ തേടിയപ്പോൾ അയാൾ മരിക്കുന്നു, പിന്നീട് അയാളെ ബോഡി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വർഷം മുമ്പ് ജോൺ ബ്രിട്ടാസ് നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഏതായാലും ആ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഞാൻ പറയാം. ഒന്ന്, അമ്മയുടെ വളരെ വേണ്ടപ്പെട്ട ബോയ്സ്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോയ്സ്, അതായത് സ്വാമിമാര് ഏറ്റവും അടുത്തുള്ള ശിഷ്യന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നു. കണ്ടു. എന്നിട്ടും അമ്മയെ ഗുരുവായിട്ട് കണ്ട് മുമ്പോട്ട് പോകണമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചു? Why did you decide? Were you afraid to come out? I was afraid to come out. അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചു still I say, we call brainwashed. You mean to say you were completely brainwashed? അത് കണ്ടപ്പോൾ I still വിചാരിച്ചു എന്തെങ്കിലും ഈ സ്വാമിമാരിന് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, to control these men, വേറെ സ്ത്രീയുടെ പുറകെ നടക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു, അങ്ങനെ റാഷണലൈസ്, ഇതാ ഞാൻ പറഞ്ഞു, അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും അമ്മ തീർച്ചയായിട്ടും ഒരു ഉദ്ദേശം ഉണ്ടാവായിരിക്കും. അമ്മ ഇങ്ങനെ മനസ്സിലായി, അമ്മ
സെക്ഷുവൽ ഡിസയേഴ്സ് ഒന്ന് സഹായിച്ചു കൊടുത്തില്ലെങ്കിൽ വേറെ സ്ത്രീകളുടെ പുറകെ പോകും. അപ്പോൾ ആശ്രമം ദൂഷിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ഒരു കീപ് ഇറ്റ് ഇൻ ദ ഫാമിലി എന്ന് ഞാൻ ബുക്ക് എഴുതി. മനസ്സിലായി? കീപ് ഇറ്റ് ഇൻ ദ. പക്ഷെ വെറും ദാറ്റ് നെയ്വ് അത്രത്തോളം ഇന്നസെന്റ് ആണോ ഗെയിൽ? അതായത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് ഗെയിലിനത് മനസ്സിലാക്കേണ്ട പ്രായമുണ്ട്. ബിക്കോസ് യു ഹാവ് അണ്ടർഗോൺ റിലേഷൻഷിപ്സ് അല്ലേ? എത്ര റിലേഷൻസ് പിന്നെ ഈ ആശ്രമത്തിൽ ചേരുന്നതിന് മുമ്പ് യു ഹാഡ് ബോയ് ഫ്രണ്ട്സ് ഇല്ലേ? യു ആർ ചില്ലിങ് ഔട്ട് ഇല്ലേ? ഉണ്ടായിരുന്നു. അതായത് ഈ പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരിയാണ്. കുറേ നാൾ ആശ്രമത്തിലായിരുന്നു. ആശ്രമത്തിലായപ്പോൾ പല കാര്യങ്ങളും ഞാൻ കണ്ടു. എന്നിട്ടും എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു. അതായത് അവിടെയുള്ള പയ്യന്മാർ വേറെ സ്ത്രീകളെ തപ്പി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെ അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണെന്നാണ് പറഞ്ഞത്. എന്തോ നാടേ ഇത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഈ സ്ത്രീ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒന്നുകിൽ ഇവർ വെളിവില്ലാതെ പറയുന്നതാണ്, അല്ലെങ്കിൽ ഇവർ ആരോ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഏൽക്കും എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. 12 വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടാ. ഇത് ഇന്നലെയോ ഇന്നൊന്നും കഴിഞ്ഞല്ല, 12 വർഷം മുമ്പ്. അപ്പം അന്നും ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ ഇതുപോലെ വെളിയിൽ പുറത്തേക്ക് വന്നതിന് ശേഷം അതായത് അവിടെ നടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടൊരു അവിടെ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ആ ഒരു നടക്കുന്ന സമയത്ത് തന്നെ പുറത്തു വന്ന് പറഞ്ഞൂടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തു. എന്ത് ബ്രെയിൻ വാഷ് ചെയ്തു എന്നാണ് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്. എനിക്ക് ഇതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആശ്രമത്തിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഇനി എനിക്ക് ഇവിടെ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വന്നൂടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്? അവിടെ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവം നടക്കലാണ്, അല്ലെങ്കിൽ അവിടെയുള്ള അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ജീവിക്കുന്നതാണ് എന്നൊക്കെയുള്ള ഒരു ബോധം നമുക്ക് വരുവാണെന്ന്. 12 വർഷം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്രത്തോളം ഇൻ്റർനെറ്റോ കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അയ്യോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുപോലെ തന്നെയാണ് കാലാകാലങ്ങളായിട്ട് മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെ വരുന്ന ചില ആരോപണങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ അവരുടെ ശിഷ്യനോ അല്ലെങ്കിൽ അവരുടെ ഭക്തനോ ഒന്നുമല്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്ന ചില നിലപാടുകളാണ്. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ട് അന്വേഷിക്കുന്നതിന് പകരം അവിടെ ഇതുപോലെ കള്ളക്കേസ് കൊടുത്ത് എന്നെ ജയിലിലിട്ടു, കള്ളക്കേസ് കൊടുത്ത് എന്നെ ഇത് ചെയ്തു, അല്ലെങ്കിൽ പൈസ മുക്കി എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ വരുന്നത്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഒരു 14 വർഷം മുമ്പ് VS അച്യുതാനന്ദൻ പറഞ്ഞ ഒരു ചെറിയൊരു വാക്കും കൂടി അതും കൂടി ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം. VS ഈ അടുത്ത കാലത്ത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്ത വിഷയമാണ് മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം. പാർട്ടി ചാനലായ കൈരളിയിൽ ഗെയിൽ ട്രേഡ്വെല്ലിന്റെ അഭിമുഖം പുറത്തു വന്നു. CPIM പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തു. CPM-മായി ബന്ധപ്പെട്ട ഇടത് സ്വഭാവമുള്ള സാംസ്കാരിക സംഘടനകളെല്ലാം രംഗത്ത് വന്നു. പക്ഷെ VS മാത്രം വ്യക്തമായൊരു നിലപാട് പറഞ്ഞില്ല. അതെന്താണ്? ഞാനതിൽ അവര് ഒരു പാവപ്പെട്ട കമ്മ്യൂണിറ്റിയിലെ ഒരു വിശ്വാസക്കാരി എന്നുള്ള അടിസ്ഥാനത്തിൽ അവരെ സംബന്ധിച്ച് അവരുടെ ആത്മീയ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ പലരും അവരെ ഒരു 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 ദൂത വിശ്വാസത്തിൻ്റെ ഒരു സംരക്ഷക എന്നുള്ള അടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളായിട്ടാണ്. വാല്യ നമ്പൂരി സമുദായത്തിൽ നിന്നും അതുപോലുള്ള സമുദായത്തിൽ നിന്നും അതുപോലെ തന്നെ പള്ളിയിലെ വിശിഷ്ടന്മാരായിട്ടുള്ള ആളുകളെ പറ്റി എല്ലാം ഓരോ കമ്മ്യൂണിറ്റി ഇങ്ങനെ ബോധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആ തീരദേശത്തെ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു നേതാവായി ആത്മീയ നേതാവായിട്ട് കാണുന്ന ഒരു തീയെ കണ്ടമാനം അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ മറ്റു നിലയിൽ ഈ തരത്തിലുള്ള ഒരു സ്ത്രീ അവിടെ വരികയും താമസിക്കുകയും ആ താമസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മറ്റു തരത്തിൽ ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നൊരു അമേരിക്കക്കാരി പറയുന്നു. ഒന്നാമത് അമേരിക്കക്കാരി പറയുന്നത് തന്നെ നമ്മെ അപഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് പ്രഥമ വീക്ഷണത്തിൽ തന്നെ എടുക്കാം. പക്ഷെ VS 20 കൊല്ലം മാതാ അമൃതാനന്ദമയിക്കൊപ്പം നിന്ന് അവരെ ശുശ്രൂഷിച്ച് ആത്മീയ നിർവൃതിക്ക് വേണ്ടി ഇവിടെ വന്ന ഒരു സ്ത്രീയാണ് ഗെയിൽ ട്രേഡ്വെൽ. എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അവരിപ്പം പറയുന്നതെന്നല്ലാതെ നാം വേറൊന്നും അവരെ പറ്റി കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വിശ്വാസം. പക്ഷെ ആശ്രമത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിൽ പണത്തിന്റെ തട്ടിപ്പുണ്ട്, സാമ്പത്തികമായ ക്രമക്കേടുകൾ, ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ? അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അന്യമതത്തിലുള്ള ആളുകൾ ഇതേപോലുള്ള പാവപ്പെട്ട മതങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആളുകളെ ഡാം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നതും ആയിക്കൂടെ? ഞാൻ അങ്ങനെയാണ് സംശയിക്കുന്നത്.
11 വർഷം മുമ്പ് VS പറഞ്ഞ ഒരു വാക്കുകളാണിത്. അതായത് VS അന്നും അവരെ അവിശ്വസിക്കാൻ തയ്യാറല്ല. അതുമാത്രവുമല്ല, അങ്ങനെ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയുള്ള ഗവൺമെൻറ്റുകൾ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, പല സ്വാമികളുടെ ഉടായ്പകളൊക്കെ എന്ന് പറഞ്ഞാൽ വെളിച്ചത്ത് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. സന്തോഷ് മാധവന, അങ്ങനെയുള്ള കുറേ സ്വാമിമാരും, അതുപോലെ തന്നെ തോക്ക് കീക്ക് കയക്ക് നിലമാണ്ട് കുറേ സ്വാമിമാരും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നൊരു വ്യക്തി തന്നെയാണ് VS. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങേര് പറയുന്നത്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ കേട്ടിട്ട് പോകുന്നതിന് പകരം എന്താണ് അവിടെ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതന്വേഷിക്കുമല്ലേ, അതല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഓരോ ചാനലിൽ പോയി പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ഇതുപോലെ എന്നെ ഇങ്ങനെ ചെയ്തു, എന്നെ അങ്ങനെ ചെയ്തു, ഇതിനൊക്കെ തെളിവോ എന്തെങ്കിലും വേണ്ടേ? ഒരാളിങ്ങനെ പറയുന്നത് മാത്രമായിട്ട് നമുക്കൊരു തെളിവ് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. അതിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞ തെളിവുകളും കാര്യങ്ങളും ഒക്കെയാണ് വേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ശ്രദ്ധിക്കണേ, നിങ്ങൾ നാളെ സൂക്ഷിക്കണേ ഇങ്ങനെയുള്ള കമൻറ്റുകൾ. അതായത് ഇവരെന്തോ ഒരു ഭയങ്കര ഗുണ്ടാസംഘങ്ങളാണ്, ഇവർ വന്നിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുമോ അല്ലെങ്കിൽ ഇവർ വന്നിട്ട് ഇങ്ങനെ ഇതാക്കുമോ, എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അതായത് പിന്നെ അവിടെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൃതാനന്ദമയിയുടെ ഗുണ്ടാസംഘങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് വെളിയിൽ ഒരാൾ വന്നിട്ട് വലിയ പ്രശ്നമാക്കുന്ന ഒന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അതിൻ്റെ തെളിവോ കാര്യങ്ങളോ ഇതുവരെ ആരും പുറത്ത് വിട്ടിട്ടുമില്ല. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ മാതാ അമൃതാനന്ദമയ്യെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതൊരു 10-14 വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒട്ടേറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെ തന്നെ സമ്മിശ്രമായ പ്രതികരണങ്ങളായിരിക്കും അമ്മയുടെ പ്രവർത്തനത്തെ കുറിച്ചുണ്ടാകുക. ചിലർ വേണമെങ്കിൽ അമ്മയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാകാം, ചിലർ വേണമെങ്കിൽ അമ്മയെ വിമർശിക്കുന്നുണ്ടാകാം, ചിലർ വേണമെങ്കിൽ സംശയത്തോടെ നോക്കുന്നുണ്ടാകാം. ഈ സമ്മിശ്രമായ പ്രതികരണങ്ങളുടെ ഒരു പരിച്ഛേദം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ അഭിമുഖത്തെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. അമ്മയെക്കുറിച്ച് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, സൈറ്റുകളിൽ പോയിട്ടുണ്ട്. അവയൊക്കെ അമ്മയുടെ ഒരു പ്രവർത്തനത്തിനുണ്ടായിട്ടുള്ളൊരു മാറ്റം അല്ലെങ്കിൽ രൂപത്തിൽ വന്നിരിക്കുന്ന ഒരു പരിണാമം, എനിക്ക് തോന്നുന്നു ഇത്രയധികം രൂപപരിണാമം ആർജിച്ചിട്ടുള്ള ഒരു വ്യക്തി വേണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കില്ല. സുധാമണി എന്നുള്ള ഒരു കൊച്ചു ബാലികയിൽ നിന്ന് മാതാ അമൃതാനന്ദമയി എന്ന് ലോകം അറിയപ്പെടുന്ന വ്യക്തിയിലേക്കുള്ള ഒരു യാത്ര. എന്താ അമ്മയൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ അമ്മയ്ക്ക് തോന്നുന്നു? തിരിഞ്ഞു നോക്കുകയാണെന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മളിലേക്ക് നോക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് തിരിഞ്ഞുള്ള നോട്ടമില്ല, താൻ ആരെന്നുള്ള അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ സുധാമൃതമെന്നാണ്. അമൃതം നമ്മളെല്ലാം ഉണ്ട്, വിത്തിൽ വൃക്ഷം പോലെ, പാല് വെണ്ണ പോലെ, അത് എല്ലാവരും അടങ്ങി. അതായത് 2008 ഈ ഒരു ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ 2008 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻ്റർനെറ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും ഒരാളെ കയ്യിലും ഇല്ല. ആ ഒരു സമയത്ത് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാമണി, കടപ്പുറം സുധാമണി എന്ന് പറയുന്ന ആ ഒരു ബാലികയിൽ നിന്നും മാതാ അമൃതാനന്ദമയിലേക്കുള്ള ദൂരം, അതാണ് ബ്രിട്ടാസ് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതൊരു ചെറിയൊരു ഇതല്ല, ഒരു ചെറിയ കാര്യമല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു കഴിവ് അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ലോകം അംഗീകരിക്കുന്ന തരത്തിലായത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കഴിവുകൾ നമുക്കിങ്ങനെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഷെയർ ചെയ്താൽ മതി. അത് പിന്നീട് എന്ന് പറഞ്ഞാൽ വൈറലായിട്ട് അങ്ങ് മാറുകയും നമ്മളെ തേടിയിട്ട് ആൾക്കാർ വരും. ഇതങ്ങനെയല്ല. ആ ഒരു കാലത്ത് പോലും ഒന്നുമില്ലാതിരുന്നപ്പോഴും ഇവരെ തേടിയിട്ട് ആൾക്കാർ വരുന്നു. അതുപോലെ തന്നെ ഇവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്കൊരു കഴിവുണ്ടാവൂലേ? ആ ഒരു കഴിവാണ് ഞാൻ പറയുന്നത്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോഴും നമുക്കെല്ലാം ആർക്കും അറിയില്ല. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ അത് കൃത്യമായിട്ട് വന്ന് പരാതി നൽകാനുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടാകണം. ഇനിയിപ്പോഴും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഒരു ഡെമി കോഡ്സിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ മനോരമയ്ക്ക് വേണ്ടി തന്നെ 50 വർഷത്തെ ഏറ്റവും വലിയ വ്യക്തിത്വത്തെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ മാതാ അമൃതാനന്ദമയിയാണ് തെരഞ്ഞെടുത്തത്. ഏറ്റവും ഒടുവിൽ താങ്കൾ കൽക്കട്ടയിൽ പോയപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസനെയും സ്വാമി വിവേകാനന്ദനെയും സ്വപ്നം കണ്ടു എന്ന് ഞാൻ വായിക്കുകയും ചെയ്തു. ഇതെങ്ങനെയാണ്? ഇതിലൊരു വൈരുദ്ധ്യമില്ലേ? അല്ല, ഡെമി ഗോഡ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും മാതാ അമൃതാനന്ദമയോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണന്റെ പരമഹംസരുടെ ഫോട്ടോ നോക്കി പൂജ ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മാതാ അമൃതാനന്ദമയെ പറ്റി പറഞ്ഞത് കഴിഞ്ഞ 30 വർഷമായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ഏതാണ്ട് 10-12 വയസ്സുള്ളപ്പോൾ, അപ്പം അതിൽ കൂടുതലായി, അപ്പം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അന്ന് സുധാമണി എന്നാണ് അമ്മയുടെ പേര്. ഞാൻ അതിൽ എഴുതിയിരുന്നത് ഈ ഒരു മനുഷ്യന്റെ സോൾ, ഒരു ക്വാളിറ്റി ഓഫ് സോൾ അങ്ങനെ റിഫൈൻ ചെയ്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ അവരിൽ കണ്ടത്.
എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെയുള്ള അമ്മയെക്കുറിച്ച് എനിക്കറിയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആലിംഗനം ചെയ്ത സ്ത്രീയാണ്, അല്ലേ? ഒരു ഹഗിങ് സെന്റ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് പണം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അല്ലേ? ഇപ്പൊ സുനാമി വന്നു, 100 കോടി രൂപ കൊടുക്കുക, 5000 വീടുകൾ ഉണ്ടായി കൊടുക്കുക, ഇതൊന്നും സാധാരണ ചെയ്യുന്നില്ല. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ആ ക്വാളിറ്റി ഓഫ് സോൾ എന്ന് പറയുന്നത് റിഫൈൻ ചെയ്ത് ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ, അതായത് അമൃതാനന്ദമയ്യനെ കൊണ്ട് ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ചെയ്തത് കൊണ്ട് എല്ലാ തിന്മകൾക്കുമുള്ള ഒരു ലൈസൻസ് ആണ് എന്ന് കരുതരുത്. അതാണ് പറയുന്നത്. അവിടെ തിന്മകൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് പുറം ലോകത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. പക്ഷെ കാലാകാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ മഠത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് അപശബ്ദങ്ങളും അത് ഒരുപാട് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സമൂഹത്തിൽ നിൽക്കുകയും ചെയ്യാറുണ്ട്. എന്നിട്ടും മഠം ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതിന് വലിയ ഒരു കോട്ടോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ KP നാരായണൻ പറയുന്ന ചില വാക്കുകളുണ്ട്. ആ KP നാരായണൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. ഞാൻ 28 വർഷം മാതാ അമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസിയായിരുന്നു. 2025 ഏപ്രിൽ 1 എൻ്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ആശ്രമം വിട്ട് പുറത്തു വരേണ്ടി വന്നു. 2024 മെയ് 30 രാത്രി 12:15 മുതൽ 12:37 വരെ ഞാനും അമ്മയും തമ്മിൽ ഫോണിലൂടെ ചില വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യം ഞാനിവിടെ വിശദീകരിക്കാം. അതായത് ആശ്രമത്തിലെ ബ്രഹ്മചാരിണികളുടെ മാതാപിതാക്കൾ മരിച്ചിട്ട് അവരുടെ അന്ത്യകർമ്മത്തിന് പോകുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത്. അത് കാരണമാണ് അമ്മ രാത്രി എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങനെ ബ്രഹ്മചാരികൾക്ക് ആശ്രമത്തിൽ നിന്നും പൈസ കൊടുക്കാൻ നിയമമില്ല. ഞാൻ ആരെയും നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല. ഇവിടുന്ന് പോവേണ്ടവർക്ക് പോവാം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് കുറേ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഒരു വർഷക്കാലത്തോളം, ഏകദേശം 9-10 മാസത്തോളം എന്നെ പല രീതിയിലും പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആശ്രമത്തിലെ അന്തേവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 2025 മാർച്ച് 29 അമ്മ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2025 ഏപ്രിൽ 1 ആശ്രമം വിട്ട് പുറത്തു വന്നത്. ഞാൻ ആശ്രമം വിട്ട് പുറത്തു വന്നതിൻ്റെ അടുത്ത ദിവസം എൻ്റെ പേരിലുണ്ടായിരുന്ന കാലാവധി തികയാത ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുമായി ഒത്ത് ആശ്രമം എടുത്തു. എൻ്റെ പേരിൽ മാത്രമല്ല, അങ്ങനെ ആശ്രമത്തിലെ 600 അന്തേവാസികളുടെ പേരിൽ 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റും 6,000-ഓളം ബാങ്ക് ചെക്കും ഒപ്പിട്ട് ആശ്രമത്തിൻ്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അന്തേവാസികളുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ, ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ ഒരു തെറ്റ് ചെയ്യാം, അവർ അഴിമതി നടത്തിയെന്ന് വരും, ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് വരാം, ഒരു ഉദ്യോഗസ്ഥന് നടത്തിയെന്ന് വരാം. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് പറയുന്നവർ, ധർമ്മം സ്ഥാപിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നവർ ഗവൺമെൻറ്റിനെ വഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത് പൊതുജനം ചർച്ചയാകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ 1 കോടിയുടെയോ മറ്റോ സേവനം ചെയ്യുമ്പോൾ 100 കോടിയാണ് ഗവൺമെൻറ്റിനെ വഞ്ചിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഡോക്ടർ അംബേദ്കറാണ്. അയാൾ സാധാരണ ഒരു വ്യക്തിയാണ്. പക്ഷേ എത്രമാത്രം എല്ലാ പൗരനും തുല്യ നീതി ഉറപ്പാക്കുന്ന ഒരു 25 കൊല്ലം അവിടെ നിന്ന് എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ട് നിന്നിട്ട് പിന്നീട് പുറത്തിറങ്ങിയിട്ട് പറയുകയാണ്. എന്തിനാ ഇറങ്ങിയെന്നല്ലേ? അതായത് അവിടെ വരുന്ന ഈ എന്താ പറയേണ്ടത്, സന്യാസിനിമാർക്ക് അവർക്ക് 10,000 രൂപയെങ്കിലും കൊടുക്കണം അച്ഛനമ്മമാർ മരണാന്തര ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ അഭിപ്രായത്തിന് 10ൻ്റെ പൈസ കൊടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇവറ്റകൾക്കൊന്നും ജോലി ചെയ്യാതെ, അച്ഛനെയും അമ്മയെയും നോക്കാതെ, അവരുടെ മരണാന്തരത്തിന് പോകാൻ പോലും പൈസയില്ലാതെ ഇവറ്റകൾ എന്തിനാണ് വെറുതെങ്കിലും ബ്രഹ്മചാരികളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
അവനവൻ്റെ കാര്യം നോക്കാൻ പോലും പ്രാപ്തിയില്ലാതെ അല്ലെ കഴിവില്ലാതെ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന ഈ ടീമുകൾക്ക് പിന്നെ എന്തിനാണോ 10,000 ഉറുപ്പ്യ കൊടുക്കുന്നത്? ഒരു ഉറുപ്പ്യ പോലും കൊടുക്കരുത്. ഇദ്ദേഹം പറയുന്ന കാര്യത്തോട് ഒരു യോജിപ്പുമില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ടീമുകൾ പോയിട്ട് ജോലി ചെയ്യട്ടെ. എന്തിന് 25 കൊല്ലം ഇവിടെ കടിച്ചു തൂങ്ങി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 25 കൊല്ലം എന്തിനാണ് ഈ ആശ്രമം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കടിച്ചു തൂങ്ങിയത്? ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവരുദ്ദേശിക്കുന്ന ലക്ഷ്യമല്ല അവിടെ നടക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ പുറത്തു വരാനല്ലേ നോക്കുക. പുറത്ത് വന്നിട്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല അതല്ലേ പറയുക? അതല്ലാതെ 25 കൊല്ലം അവിടുത്തെ സർവമായിട്ടുള്ള കാര്യങ്ങളും എടുത്ത് ഞണ്ണിയതിന് ശേഷം ഇപ്പോഴും വന്ന് പറയുകയാണ് അത് മോശമാണ്, അവിടെ ഇതാണ്, അവിടെ ഇത് നടക്കുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നേരെ പോയിട്ട് പരാതി കൊടുക്കലേ വേണ്ടേ? ദേ തെളിവുകൾ കിടക്കുന്നു, എല്ലാ പരാതികളും കൊണ്ടുപോയിട്ട് ദേ തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുക. അത് കൊടുത്തിട്ട് അന്വേഷിക്കുകയല്ലേ വേണ്ടത്? ഇതിങ്ങനെ പറഞ്ഞു വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അദ്ദേഹം പറയുന്ന വേറെ കാര്യങ്ങളുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അയാൾ ആശ്രമം വിട്ടു പോയപ്പോൾ പണം അപഹരിച്ചാണ് പോയതെന്ന് പറഞ്ഞ് അയാളുടെ പേരിൽ കള്ളക്കേസിട്ട് FIR ഇട്ടു. അതുപോലെ തന്നെ 30 വർഷം ആശ്രമത്തിൽ നിന്നിട്ടുള്ള ഒരു സന്യാസിനി, അവർ കഴിഞ്ഞ വർഷം ആശ്രമം വിട്ടുപോയി. അവർ 10 വർഷം സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. അവർ പണം അപഹരിച്ചു എന്ന് പറഞ്ഞ് 90 ദിവസം അവരെ ജയിലിൽ കിടത്തി. ഇങ്ങനെ അധികാരവും പദവിയും ഉപയോഗിച്ച് തൻ്റെ ശിഷ്യന്മാരെ ജയിലിൽ കിടത്തിയിട്ടുള്ള ഒരു മഹാത്മാവിനെയും നമ്മുടെ ഭാരത ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല. 30 വർഷം തൻ്റെ ശിക്ഷണത്തിൽ നിർത്തിയിട്ടും അവർക്ക് പണം അപഹരിക്കാനാണ് തോന്നിയിട്ടുള്ളെങ്കിൽ തൻ്റെ ശിക്ഷണം അവർക്ക് ഉപകാരപ്പെട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്വന്തം ശിഷ്യന്മാരെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ ലോകത്തിന് സമാധാനം പകരാൻ കഴിയും? ഇവരൊക്കെ എല്ലാം സമർപ്പിച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്നതാണ്. ഇനി അഥവാ എന്തെങ്കിലും അപാകത അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറക്കാനും പൊറുക്കാനുമല്ലേ കഴിയേണ്ടത്? ക്ഷമയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്നും ക്ഷമയില്ലാത്തവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രനെന്നും അമ്മയുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പെർഫ്യൂം ഫാക്ടറിയിൽ പോയാൽ അതിൻ്റെ സ്മെല്ലായിരിക്കും ഒരാൾക്കുണ്ടാവുക. കൽക്കരി ഫാക്ടറിയിൽ പോയാൽ അയാളുടെ ദേഹമാകെ കരിപുരളും. അമ്മയ്ക്ക് 25 വർഷം ഹാർമോണിയം വായിച്ച ഒരാൾക്ക് പണം അപഹരിക്കാനുള്ള മനസ്സാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് സംസർഗം കൊണ്ട് വന്നതല്ലേ? മറ്റെന്താണ് ഇതിന് പറയാൻ കഴിയുക? ഇങ്ങനെ ഓരോ കാര്യവും എടുത്തു നോക്കിയാൽ പുറത്തുനിന്ന് വിമർശിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയുകയില്ല. 10-30 വർഷം അവിടെ നിന്നിട്ട് പോകേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ അറിയുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എവിടെയോ താളം പിഴക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. അത് കണ്ടെത്താനും തിരുത്താനും തയ്യാറാകാതെ അവിടുന്ന് പോകുന്നവരെ കല്ലെറിയോ എന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യത്വമില്ലായ്മയായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. ഒരു സാധാരണ അതായത് ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് 10-30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ പലരും പുറത്തു വരുന്നത്. അതുവരെ ഈ കൊള്ളരുതായ്മയ്ക്ക് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂട്ടു നിൽക്കുകയല്ലേ ചെയ്യുന്നത്. ആ ഒരൊറ്റ മാസം കൊണ്ട് ഇപ്പോൾ പണ്ട് 10-12 വർഷം മുമ്പ് പറഞ്ഞേ ആ ഒരു ബ്രിട്ടാസിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞ എന്താ, അന്ന് ഈ പയ്യന്മാർ വേറെ എവിടെയും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത്, അതാണ് എന്നെ ബ്രെയിൻ വാഷ് ചെയ്തതെന്നാണ് ആ ഇംഗ്ലീഷുകാർ പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള തിന്മകൾക്കെല്ലാം കൂട്ടു നിന്നതിന് ശേഷം പിന്നീട് ഇവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, അമൃതാനന്ദമയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വെളിയിൽ വരുക. ഇപ്പം ഇദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും നമുക്കങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇദ്ദേഹം അവിടുന്ന് പുറത്തു വന്നതാണ്. പുറത്തു വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു തെളിവും ഇല്ലാതെ ഇങ്ങനെ പലതെന്ന് പറഞ്ഞ് ഇങ്ങനെ ബാവിട്ടോ കോടാലി പോലെ ഇങ്ങനെ പറയുന്നേ. ചിലപ്പോൾ ഇതിൻ്റെ അതൊക്കെ സത്യമുണ്ടാക്കും. പക്ഷേ ഈ സത്യമുണ്ടായില്ലേ നമുക്കെന്താ വേണ്ടത്? തെളിവുകളാണ് കൊണ്ട് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മളവിടെ കിടന്ന ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന് അത് തിന്മയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ഇദ്ദേഹം പുറത്തു വരും. പക്ഷെ അങ്ങനെ പുറത്തു വരാൻ ആരും കൂട്ടാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം വേണം. ആ പണത്തിന് വേണ്ടിയിട്ടും സുഖത്തിന് വേണ്ടിയിട്ടും ഇപ്പം എല്ലാവർക്കും വെളിയിൽ വരണം. അതാണ്, വേറെ ഒന്നുമല്ല.
അതായത് സാമ്യമാർക്കൊന്നും ഇപ്പം പണ്ടത്തെ പോലെ കെട്ടിയിട്ട് പോലെ ജീവിക്കാനൊന്നും ആർക്കും ഇഷ്ടമില്ല. നിങ്ങൾ ഇവിടെ എടുക്കുന്ന ചില ഭിക്ഷക്കാരുണ്ട്, ആ ഭിക്ഷക്കാരെ നിങ്ങൾ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കി അവരൊരാൾ പോലും നിൽക്കൂല. എന്തുകൊണ്ടാണ്? അവർക്ക് ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടും ഭിക്ഷ അയച്ചുകൊണ്ടും കിട്ടുന്ന ആ സാന്ത്വനം ഇവിടെയും കിട്ടൂല. അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആശ്രമം ഉപേക്ഷിച്ച് നേരെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ പോകുമ്പോൾ വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട്. കാരണം എന്താ, അവിടെ വീട്ടിൽ പോയിട്ട് ഞാൻ സന്യാസിനിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും വയറ് അറിയില്ല. പണിയെടുക്കണം, ഇല്ലേ പൈസ വേണം. പൈസ ഇല്ലാതെ ആർക്കെങ്കിലും ഏതെങ്കിലും സന്യാസിമാർക്ക് എന്നാൽ പിന്നെ ഋഷി വരിക, നിനക്ക് ഞാൻ പൂർണ്ണമായിട്ട് ഫ്രീ തരാം ഫുഡ് എന്ന് ആരെങ്കിലും പറയൂ? ഇന്നത്തെ കാലത്ത് ഒരാൾ പോലും പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു സന്യാസിമാരെ, നിങ്ങൾ ഇപ്പോഴെന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടാ. അല്ലാതെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലമൊന്നും അല്ല, നെറ്റ് യുഗാന്ന്, എല്ലാവർക്കും മൊബൈലും കാര്യങ്ങളും അതുപോലെ തന്നെ തോണ്ടിക്കഴിഞ്ഞാൽ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാലമാണ്. അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ കൂലി വാങ്ങിച്ച് എന്ത് പണി ചെയ്ത് കഴിഞ്ഞാലും അത് ആശ്രമമായാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ വേറെ എന്തെന്നായാലും വേണ്ടിയില്ല, ഇനി ഇമാതിരി തോന്നിവാസം എന്ന് പറയാണ്ടെന്നാൽ മതി. അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരുത്തം പരാതി കൊടുക്കുക, അത് അന്വേഷിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കള്ളക്കേസ് എടുത്തു, ജയിലിൽ പിടിച്ചിട്ടോ 90 ദിവസം ഇട്ടോ, ഇതൊന്നും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളിപ്പോൾ വെറുതെ നടക്കുന്ന ഒരുത്തിനെ പിടിച്ച് ജയിലിലിടുക, അങ്ങനെ ഇടുന്നാളുണ്ടാകും. പക്ഷേ എല്ലാ പ്രാവശ്യവും അത് നടക്കുമോ? ഒരു സ്കൂളിൻ്റെ ഒരു പ്രിൻസിപ്പാളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മേഡത്തെ പിടിച്ച് ജയിലിലിടണമെന്നുണ്ടെങ്കിൽ അവരൊരു 4-5 പ്രാവശ്യം അന്വേഷിക്കൂലേ? അപ്പം ഇതൊക്കെയാണ് നടക്കുന്നത്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് മാതാമൃതാനന്ദമയിൻ്റെ മഠം അടിച്ച് നിരത്തണം, ഇല്ലെങ്കിൽ ഇടിച്ചു പൊളിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവാണ് വേണ്ടത്. ആ തെളിവുകളെ കൊണ്ട് കൊടുക്കുക, അത് നേടുക, അത്ര മാത്രമേ ഉള്ളൂ. ഇതാരെയും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ. ഇത് കേട്ട് മടുത്താണ്. നമ്മൾ തന്നെ കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ സംസാരിച്ചതാണ്. ഇനി പിന്നെ വീണ്ടും ഇങ്ങനെ ഓരോരോ ആൾക്കാർ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോട്ടാ. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.